തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വികസനത്തിന് വേണ്ടിയായിരിക്കണം, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം, അഴിമതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ നിലപാട് ഉള്ളതായിരിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണം എന്താണ് വികസനം എന്ന് ഒരു നേർക്കാഴ്ചയാണ് ജനങ്ങളുടെ മുമ്പാകെ ഉള്ളത്. റോഡുകളുടെ വികസനം, റെയിൽവേയുടെ വികസനം, ആരോഗ്യരംഗത്തുള്ള വികസനങ്ങൾ, ഗതാഗത രംഗത്ത്, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും വികസനം എന്നത് എങ്ങനെയായിരിക്കണം എന്നത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. കേവലം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലാണ് രാജ്യത്തിന്റെ വികസനം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ശക്തമായ പ്രോത്സാഹനം, വ്യാവസായിക മേഖലയിൽ ഉള്ള പ്രോത്സാഹനം, സാമ്പത്തിക രംഗത്ത് കൂടുതൽ ഉയർച്ചയുണ്ടായിരിക്കുന്നു. അങ്ങനെ പല മേഖലകളിലും വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ടി.ഒ. മോഹനന്റെ പാർട്ടി നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ 60-61 വർഷക്കാലത്തെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സാമ്പത്തിക തകർച്ച, ലോക രാഷ്ട്രങ്ങളിൽ കടക്കാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതം ഇന്ന് ആ ഭാരതത്തെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയെ മാറ്റിയിരിക്കുന്നു. സ്വതന്ത്ര ഭാരതം 100 വർഷം പൂർത്തിയാകുമ്പോൾ ലോക രാഷ്ട്രങ്ങൾക്ക് പൂർണ്ണമായും മാതൃകയാവുന്ന വികസിത രാജ്യമായി ഈ ഭാരതത്തെ മാറ്റും എന്നുള്ളതാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് നടക്കുന്ന വികസനമല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പണം കൊണ്ട് എന്ത് വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്ഷേമ പെൻഷൻ പോലും യഥാസമയം കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാർ 1600 രൂപ കിട്ടിയിട്ട് വേണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തന്റെ 1 മാസത്തെ മരുന്ന് വാങ്ങാൻ, തന്റെ 1 മാസത്തെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇതുപോലും കഴിയാതൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ 6 മാസത്തെയും 7 മാസത്തെയും കുടിശ്ശിക ഒന്നിച്ചു കൊടുക്കുന്നു. പാവപ്പെട്ട ആളുകൾ വിചാരിക്കുന്നത് എപ്പോഴും തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നുള്ളതാണ്. എന്നാൽ മാസം മാസം തെരഞ്ഞെടുപ്പ് വന്നാൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടുമല്ലോ എന്നും ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. സംസ്ഥാന സർക്കാർ വികസനത്തിൽ മുരടിപ്പൻ നയം, വികസന മുരടിപ്പാണ് കാണിക്കുന്നത്. ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് വികസനമല്ല ഈ സംസ്ഥാനത്ത് സർക്കാരിന്റെ പ്രവർത്തന നേതൃത്വത്തിൽ നടക്കുന്നത്. ഇവിടെ കാണുന്നത് കള്ളന്മാരെ സംരക്ഷിക്കുന്നു, ശബരിമല അയ്യപ്പന്റെ 4.5 കിലോ സ്വർണം കാണാനില്ല, CPM-ലെ പല നേതാക്കന്മാരും ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു MLA 6 ദിവസമായിട്ട് കാണാനില്ല, ആ MLA എവിടെയാണ് ഉള്ളത് എന്ന് പോലും ആർക്കും അറിയില്ല, സ്വന്തം പാർട്ടി നേതൃത്വത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ഒളിവിൽ കിടക്കുന്ന MLA-യെ പിടിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കോ ഭരണകൂടത്തിനോ കഴിയുന്നില്ല. പക്ഷെ കഴിയാനിട്ടാണോ, പരസ്പരമുള്ള സഹകരണമാണോ? ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ BJP-ക്കെതിരായിട്ട് പ്രകാശ് മാഷയുടെ പാർട്ടിയും ശ്രീ ടി.ഒ. മോഹന്റെ പാർട്ടിയും ഒന്നിച്ചാണല്ലോ. ഈ ആളുകൾ ഇവിടെ എന്തിനു വേണ്ടി വിരുദ്ധ രാഷ്ട്രീയത്തിലെ വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്നു? ആരെ പറ്റിക്കാൻ വേണ്ടിയാണ്? കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസും മാർക്സിസ്റ്റും ഒരു മുന്നണിയുടെ ഭാഗമാവുകയും ഈ കേരളത്തിൽ വിരുദ്ധ ചേരിയിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നത് ജനങ്ങളെ വിഡ്ഢികളാണ് എന്ന് എല്ലാ കാലവും നിങ്ങൾ ധരിക്കേണ്ട. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ വികസനം യാഥാർത്ഥ്യമാകണം. നമ്മുടെ കോർപ്പറേഷനിൽ വികസനം യാഥാർത്ഥ്യമാകണം. നേരത്തെ അധ്യക്ഷൻ ഒരു കാര്യം സൂചിപ്പിച്ചു, ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷനാണ് കണ്ണൂർ എന്നത്. ശരിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ കോർപ്പറേഷനാണ് കണ്ണൂർ. പക്ഷേ 25 വർഷം കൊണ്ട് ഉണ്ടാവേണ്ട മേയർമാർ, അത്രയും മേയർമാർ ഈ 10 വർഷത്തിനിടയിൽ കണ്ണൂരുണ്ടായി. 5 മേയർമാർ കണ്ണൂരിലുണ്ടായി. എന്തുകൊണ്ട് 10 വർഷത്തിനിടയിൽ 5 മേയർമാരുണ്ടായി? പരസ്പരം ഉള്ള കുതികാൽ വിട്ട്, പരസ്പരമുള്ള കാലുവാരൽ, പരസ്പരമുള്ള പല രാഷ്ട്രീയ പേക്കൂത്തിന്റെ ഭാഗം, അതല്ലേ ഈ കണ്ണൂർ കോർപ്പറേഷൻ നടന്നത്. കണ്ണൂരിൽ വികസനം എന്നത് യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ അതിന് 100% ഉത്തരവാദി ഈ കണ്ണൂരിന്റെ മാറി മാറി ഭരിച്ച
കണ്ണൂരിലെ ജനപ്രതിനിധികളായ MLA-മാരും MP-മാരുമായി മാറി മാറി ഇവിടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് വികസനം യാഥാർത്ഥ്യമാക്കാത്ത CPM-കാരും കോൺഗ്രസുകാരുമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാതെ വിധം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്ക് ഇപ്പം പുതിയ തെരുവ് മുതൽ താഴെ ചൊവ്വര പോകണമെങ്കിൽ 10 കിലോമീറ്റർ ദൂരമാണ്. ആ 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ വേണ്ടി വരും ചില സമയത്ത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? വികസനത്തിന് തടസ്സം നിൽക്കുകയാണ് ഈ ആളുകൾ. സർക്കാരിന്റെ സ്ഥലം സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് അത് ഭരിക്കുന്ന പാർട്ടിയുടെയോ അവരുടെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റുകൾക്കോ വേണ്ടിയിട്ട് പാട്ടത്തിനെടുക്കുകയാണ്. 99 വർഷത്തേക്ക്, 50 വർഷത്തേക്ക്, 40 വർഷത്തേക്ക് സർക്കാർ സ്ഥലം റോഡ് എങ്ങനെ വീതി കൂട്ടാൻ സാധിക്കും? നോക്കൂ, കണ്ണൂർ നഗരത്തിൽ തന്നെ എത്രമാത്രം സർക്കാർ സ്ഥലം കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി, കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി വർഷങ്ങളോളം പാട്ടത്തിനെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ സംസാരിക്കുന്ന പ്രസ് ക്ലബിനടുത്ത് ഒരു സ്ഥലം അവിടെ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരിക്കുന്നു. അവിടെ ഒരു നിർമ്മാണം ആ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് വേണ്ടി അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ റോഡ് വീതി കൂട്ടും? ഓരോ ദിവസം കഴിയുന്നതും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷെ റോഡിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. BJP ആയാലും പൊതുസമൂഹമായാലും നേരത്തെ ഉന്നയിച്ച ഒരു ആവശ്യമുണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ എത്തുന്ന ആളുകൾക്ക് ഗതാഗത കുരുക്ക് കൊണ്ട് അവർ മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പല കോണുകളിൽ നിന്നും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനായാലും സംഘടന നേതൃത്വം വന്ന അഭിപ്രായം സൂപ്രണ്ട് ഗേറ്റ് മുതൽ താഴെ ചൊവ്വ വരെ മേൽപ്പാലം വേണമെന്നുള്ളതാണ്. എത്ര കാലമായി നമ്മുടെ ഈ ആവശ്യം? എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകുന്നില്ല? കണ്ണൂർ പട്ടണത്തിലെത്തുന്ന ആളുകൾക്ക് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അതിന് ഞങ്ങൾ ഉയർത്തിരിക്കുന്ന ഒരു ആവശ്യം കാൽടെക്സ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഒരു മേൽപ്പാലം വേണം. സൂപ്രണ്ട് ഗേറ്റ് മുതൽ താഴെ ചൊവ്വ റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് അപ്പുറം വരെയും ചാല ബൈപ്പാസിലേക്കും നമ്മുടെ മേൽപ്പാലം ഒന്ന് യാഥാർത്ഥ്യമാകണം. അങ്ങനെ ഒന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും, അതുപോലെ കാൽടെക്സിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ, ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു വലിയ അളവോളം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ചെറുവത്താറിന്റെ പ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ മുമ്പോട്ട് പോവുകയാണ്. 2025 ഡിസംബർ 31 പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ റോഡ് ഗതാഗത ഉപരിതല മന്ത്രാലയത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തടസ്സം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ ചില കുരുക്കുകളായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ചില പ്രത്യേകമായ ചില നിയമങ്ങളും ചില കാര്യങ്ങളുമായിരുന്നു മെറ്റീരിയൽ കിട്ടാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് അത് പിന്നെയും നീണ്ടുപോയിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 2026 ഡിസംബർ 31 ഈ ചെറുവത്താറിന്റെ പ്രവർത്തനം പൂർണ്ണമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റെയിൽവേ രംഗത്തിന്റെ വികസനം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. പുതിയ ട്രെയിനുകൾ വരുന്നു, റെയിൽവേ സ്റ്റേഷനുകൾ നല്ല രീതിയിലേക്ക് പുതിയ അത്യാധുനിക സംവിധാനത്തോടുകൂടി യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ആസന്ന ഭാവിയിൽ തന്നെ അടുത്ത 2-3 വർഷം കൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് മാതൃകാപരമാകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സീപോർട്ട്, എത്ര കാലമായി സീപോർട്ട് മുറവിളി, എത്ര വർഷങ്ങളായി സീപോർട്ടിന് വേണ്ടി മുറവിളി. ആ സീപോർട്ടിന്റെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ കണ്ണൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നഗരം നരകമായി മാറിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകും. നരകപാതകളായി മാറുന്ന ഒരു സാഹചര്യം കണ്ണൂർ നഗരത്തിനടുത്തുണ്ട്. ഗതാഗതം സുഗമമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പോക്കറ്റ് റോഡുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് കണ്ണൂർ നഗരത്തിലുള്ളത്. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ശുദ്ധജല പ്ലാന്റുകൾ പ്രവർത്തനരഹിതമാകുന്നു. യാഥാർത്ഥ്യമാകാത്ത സാഹചര്യമുണ്ട്. പയ്യാമ്പലം പൊതു ശ്മശാനം എന്താ അവസ്ഥ? ബോഡി മൃതശരീരം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ദയനീയമായ അവസ്ഥ കണ്ടാൽ മൃതശരീരം പോലും എഴുന്നേറ്റ് പോകും. അത്തരമൊരു സാഹചര്യത്തിലെ പയ്യാമ്പലത്തുള്ളത്. ചിലപ്പോ വിറക് കിട്ടുന്നില്ലെന്ന് കരാറുകാരൻ അവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, കാരണം കോർപ്പറേഷൻ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് കരാറുകാരന്റെ പരാതികൾ. എന്താണ് പയ്യാമ്പലത്തെ വൈദ്യുത ശ്മശാനത്തിന്റെ അവസ്ഥ? കോടിക്കണക്കിന് ഉറുപ്പികയല്ലേ അതിനുവേണ്ടി ചെലവഴിച്ചത്. ഷീ ലോഡ്ജ് രാത്രി ഒക്കെ കണ്ണൂർ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകാൻ വേണ്ടിയുള്ളതാണല്ലോ ഷീ ലോഡ്ജ്. യാഥാർത്ഥ്യമായോ?
മത്സ്യ മാർക്കറ്റിലുള്ള അവിടെ എടുത്തിട്ടുള്ള പുതിയ കെട്ടിടം പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിഞ്ഞോ? തുറന്നു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പല ഭാഗങ്ങളും അവിടെ തകർച്ചയിലാണുള്ളത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ക്ഷമിക്കണം, നമ്മുടെ ജവഹർ സ്റ്റേഡിയം, എന്താണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ? കായിക പ്രേമികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥലത്തിലല്ല ഇപ്പോൾ നമ്മുടെ കണ്ണൂർ പട്ടണത്തിലുള്ള സ്റ്റേഡിയം ഉള്ളത്. അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇൻഡോർ മോഡൽ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം കണ്ണൂർ നഗരത്തിൽ വേണം. ആ ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് നിർമ്മിക്കുന്ന പല സംരംഭങ്ങളും അത് യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യമുണ്ട്. അമൃത പദ്ധതിയിലൂടെ 500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കണ്ണൂർ കോർപ്പറേഷൻ അനുവദിച്ചത്. ആ തുക എല്ലാ രീതിയിലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞു. കോർപ്പറേഷനെ ഇതുവരെ ഭരിച്ച ആളുകൾ പറയുന്നു സംസ്ഥാന സർക്കാർ അനുവാദം തരുന്നില്ലെന്ന്. സംസ്ഥാന സർക്കാർ പറയുന്നു പലതും അവരുടെ കഴിവുകൾ കൊണ്ടാണ് നടക്കാത്തതെന്ന്. എന്തിനു വേണ്ടി ഒരു വികസനത്തിന് യാഥാർത്ഥ്യമാകുന്നതിന് നിങ്ങൾ എന്തിന് പരസ്പരം പാര വെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കണം? നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഉള്ള ഒരു സഹകരണമാണ് നമുക്ക് ആവശ്യം. വികസന കാര്യത്തിൽ രാഷ്ട്രീയ പോരിന്റെ പേരിൽ വികസന കാര്യം യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സ്ഥിതി മാറണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഇന്ത്യക്ക് മാതൃകയാവുന്ന തലത്തിലേക്ക് കണ്ണൂർ കോർപ്പറേഷനെ ഉയർത്താൻ കഴിയണം. കഴിഞ്ഞ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആകുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്, നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത്? ആ പ്രതീക്ഷകൾക്ക് അല്പം പോലും ഒരു ചിറകം വിളിച്ചിട്ടില്ല കഴിഞ്ഞ 10 വർഷവും കോർപ്പറേഷനായിട്ട്. വികസനം എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തവരാണ് പ്രകാശം മാസ്റ്ററുടെ പാർട്ടിയും ടി.ഒ. മോഹന്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷം ഈ കോർപ്പറേഷൻ ഭരിച്ചിട്ട് ഉണ്ടാക്കിയത്. മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷൻ ആകുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നുവോ ആ പ്രതീക്ഷ അസ്ഥാനത്താക്കിയിരിക്കുന്നു ഈ 2 മുന്നണികളുടെയും ഭരണകൂടം. ഈ സാഹചര്യം മാറണം. ഈ സാഹചര്യം മാറണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണം. ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയുടെ ഗവൺമെന്റ്. ആ ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണം നടത്താൻ കഴിയും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ഉറപ്പ്. ഒരു കാര്യം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. വളരെ വിരുദ്ധമായ നിലപാടാണ് കേരളത്തിലെ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. 70 വയസ്സ് തികഞ്ഞ ആളുകൾ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി, അത് APL BPL വ്യത്യാസമില്ല. 70 വയസ്സ് തികഞ്ഞ ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി നടപ്പിലാക്കാത്ത ചില 2 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല? ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും 70 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് APL BPL വ്യത്യാസമില്ലാതെ 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ. BPL കുടുംബങ്ങളായിട്ടുള്ള SC ST വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന ആയുഷ്മാൻ ഭാരത്, അത് കുടുംബനാഥൻ മാത്രം പോളിസി എടുത്താൽ മതി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മക്കും എല്ലാവർക്കും അതിന് ഗുണം കിട്ടുന്നതാണ് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ പദ്ധതി. ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. കേന്ദ്രം നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. എങ്ങനെയാണ് ഒരു നാട്ടിൽ വികസനം യാഥാർത്ഥ്യമാകുക? കോർപ്പറേഷൻ ആയാലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഈ 3 സംവിധാനങ്ങളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ തോളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് വികസനം 100% നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുക. ജനങ്ങൾക്ക് അതിന്റെ എല്ലാ തരത്തിലും ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്നാൽ അതിനെതിരായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായ ഒരു നിലപാടാണ് കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വികസനത്തിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന ഈ ആളുകൾ, ഇടതായാലും വലതായാലും മുന്നണികൾ, ജനങ്ങൾക്ക് വേണ്ടി അവർ മാറി ചിന്തിക്കണം. ഇന്നിവിടെ കണ്ണൂർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിക്കുന്നത്? CPM SDPയുമായിട്ട് ചില സ്ഥലങ്ങളിൽ കൂട്ട്,
കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി ചില സ്ഥലങ്ങളിൽ കൂട്ട്, ഇങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും കണ്ണൂരിലും പലയിടങ്ങളിലും ഒളിഞ്ഞും ഒക്കെ കണ്ടുവരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി കൈകോർക്കുന്ന ഒരു സാഹചര്യം അത് ഏത് പാർട്ടികളായാലും ഏത് മുന്നണികളായാലും സ്വീകരിക്കണം. ജനാധിപത്യ സംവിധാനത്തിലായാലും ഭരണ സംവിധാനത്തിലായാലും സക്രിയമായ ഒരു ഭരണകൂടം വേണം, ക്രിയാത്മകമായ പ്രതിപക്ഷവും വേണം. സക്രിയമായ ഒരു ഭരണകൂടവും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷവും ഉണ്ടാകുമ്പോഴാണ് ഭരണം നല്ല നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ പര്യായം, വികസന മുരടിപ്പിന്റെ പര്യായം, ഈ നാടിന്റെ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം, ഈ ഒരു ഭരണകൂടമായിരുന്നു കഴിഞ്ഞ 10 വർഷം കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ്. ഭരണപക്ഷത്തിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സാഹചര്യം LDF എന്ന പ്രതിപക്ഷം കണ്ണൂർ കോർപ്പറേഷൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ഈ ആളുകളുമായി സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാരായാലും ഭരണകൂടമായാലും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരായ ഒരു ജനവിധി തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാകും. നാടിന്റെ വികസനത്തിന് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. നാടിന്റെ വികസനത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ജനങ്ങൾ ആ ആഗ്രഹമാണ്, ആ ആളുകളുടെ ആഗ്രഹം തീർച്ചയായും BJPക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.